നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഇന്ത്യൻ ക്രിക്കറ്റിന് വളരെ സുപ്രധാനമായൊരു ദിവസമാണ്. നാളെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ടെസ്റ്റ് മത്സരം കളിക്കുന്നു. അതുകൊണ്ടല്ല ഇത് പ്രധാനപ്പെട്ട ദിവസമെന്ന് പറയുന്നത്. നാളെ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കും. ഇംഗ്ലണ്ട്, അയർലൻഡ് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കും. അതിൽ T20I പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ പുതിയ ക്യാപ്റ്റൻ ഉണ്ടാകും. സൂര്യകുമാർ യാദവിനെ ഒഴിവാക്കി പുതിയ ക്യാപ്റ്റൻ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എല്ലാ വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതോടൊപ്പം നിങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ആ വലിയ കാര്യമില്ലേ, 15 വയസ്സുകാരനെ ടീമിലെടുക്കുമോ, അവനെ കൊണ്ടുപോകുമോ T20I പരമ്പരയ്ക്ക്? യെസ്, അതിനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിലും ESPN ക്രിക്ക് ഇൻഫോയുടെ റിപ്പോർട്ടിലും അതുപോലെ തന്നെ മറ്റ് പ്രമുഖരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ തരുന്ന റിപ്പോർട്ടിലൊക്കെ ഈ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ശ്രേയസ് അയ്യർ ഈസ് സെറ്റ് ടു റീപ്ലേസ് സൂര്യകുമാർ യാദവ് ആസ് ഇന്ത്യാസ് T20I captain and Vaibhav Sooryavanshi is set for his maiden call-up as the national selectors look ahead to the Los Angeles Olympics in 2028 and the next T20 World Cup in Australia and New Zealand the same year. അതാണ് നാളെ ടീം ഇന്ത്യയുടെ സെലക്ടർമാർ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ അതിൽ സൂര്യകുമാർ യാദവിന് പകരം ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ വൈഭവ് സൂര്യവംശിക്ക് അദ്ദേഹത്തിൻ്റെ മെയ്ഡൻ കോളപ്പ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം 2028 T20I വേൾഡ് കപ്പും ഉണ്ട്, ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സുമുണ്ട്. ഒളിമ്പിക്സിൽ T20I ക്രിക്കറ്റ് 2028 ഒളിമ്പിക്സിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ടീമിനെ ഇപ്പോഴേ ബിൽഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് വൈഭവിനെ ടീമിലെടുത്തേക്കും. T20I സ്ക്വാഡ് വിൽ ബി അനൗൺസ്ഡ് ഓൺ സാറ്റർഡേ ഫോർ ദി അപ്കമിങ് ടൂർ ഓഫ് അയർലൻഡ് ആൻഡ് ഇംഗ്ലണ്ട്. അപ്പോൾ നാളെ അത് അനൗൺസ് ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവ്, അദ്ദേഹത്തിൻ്റെ കീഴിലാണല്ലോ T20 വേൾഡ് കപ്പ് നേടിയത്. അത് മാർച്ച് മാസത്തിൽ. അതിന് പിന്നാലെ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് പുതിയ ക്യാപ്റ്റനെ വെക്കുന്നു. സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് വിവരം. ഏതായാലും അങ്ങനെ വന്നാൽ പിന്നെ ആരായിരിക്കും പകരം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ പൊസിഷനിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രേയസ് അയ്യരെയാണ് ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത്. ശ്രേയസ് അയ്യരുടെ കാര്യത്തിൽ 31 വയസ്സുകാരനായിട്ടുള്ള ശ്രേയസ് അയ്യർ ഡിസംബർ 2023 ശേഷം ഒരൊറ്റ T20I മത്സരം പോലും കളിച്ചിട്ടില്ല. ഇന്ത്യയുടെ T20I ടീമിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നെ ഒരു അവസരവും ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിന് സ്ക്വാഡിൽ ഒരു പ്ലേസ് കണ്ടെത്താൻ കഴിയാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ സൂര്യകുമാർ പുറത്തു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മിഡിൽ ഓർഡറിലേക്ക് അദ്ദേഹം വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ശ്രേയസ് സ്ക്വാഡിലേക്ക് വരുന്നു, ഒപ്പം നേരെ ക്യാപ്റ്റനാവുന്നു. ഇപ്പോൾ ചില സുഹൃത്തുക്കൾ അങ്ങനെ കമൻ്റൊക്കെ ഇടുന്നത് കണ്ടു, സ്ക്വാഡിലില്ലാത്ത ഒരാളെ നേരെ കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കാൻ സാധ്യതയില്ല എന്ന്. പക്ഷേ അതൊക്കെ നമ്മുടെ ചിന്തയല്ലേ. ഇപ്പോൾ ഈ സ്ക്വാഡിലില്ല എന്നൊക്കെ പറഞ്ഞാൽ IPL അടക്കം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന കളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരെ കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കാനുള്ള പരിപാടിയിലാണ് എന്ന് തന്നെയാണ് പ്രമുഖ ക്രിക്കറ്റ് മാധ്യമങ്ങളും അതുപോലെ നമുക്ക് വിശ്വാസമുള്ള സോഴ്സുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. സോ അദ്ദേഹം വരുന്നു, നേരെ ക്യാപ്റ്റനാകുന്നു. ഇതിലേക്ക് വൈസ് ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നു. ഇനി അതോടൊപ്പം തന്നെ വൈഭവ് സൂര്യവംശിയുടെ കാര്യം, 15-കാരനായിട്ടുള്ള താരത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് പോകുന്നു. IPL 776 റൺസാണ് അവൻ അടിച്ചത് എന്ന കാര്യം ഓർക്കണം. സ്ട്രൈക്ക് റേറ്റ് 237.3. അപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ സ്ക്വാഡിലേക്ക് എടുക്കാനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏതായാലും ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരെയുള്ള T20I പരമ്പരയ്ക്ക് സ്ക്വാഡിൽ ഉൾപ്പെടുത്തും. അതോടൊപ്പം തന്നെ നിലവിൽ ആ ഒരു ടീമിൻ്റെ മത്സരങ്ങളുണ്ടല്ലോ, ട്രൈ സീരീസ്, ശ്രീലങ്കയുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, അതിൽ സൂര്യവംശി കളിക്കുകയും ചെയ്യും. അത് പക്ഷേ ഈ ജൂണിലാണ്, ജൂൺ 9 മുതൽ ജൂൺ 21 വരെയാണ് ട്രൈ സീരീസിലെ മത്സരങ്ങളുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അയർലൻഡിനെതിരെയുള്ള മത്സരങ്ങളാണ് വരുന്നത്, 2 T20I മത്സരങ്ങൾ. അത് ജൂൺ 26-നാണ്. അപ്പോൾ അപ്പോഴേക്കും വൈഭവ് സൂര്യവംശി സ്ക്വാഡിനോടൊപ്പം ചേരുമെന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ. 2 T20I മത്സരങ്ങൾ ജൂൺ 26-നും ജൂൺ 28-നും. പിന്നെ ഇംഗ്ലണ്ടിനെതിരെ 5 T20I മത്സരങ്ങളുണ്ട്. ജൂലൈ 1, ജൂലൈ 4, ജൂലൈ 7, ജൂലൈ 9, ജൂലൈ 11 തീയതികളിലാണ് ആ മത്സരങ്ങളുള്ളത്. ഏതായാലും അതിനുശേഷം ODI സീരീസും അവിടെ കളിക്കാനുണ്ട്. എന്തായാലും ഇന്ത്യയുടെ സ്ക്വാഡ് അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനങ്ങൾക്ക് നാളെ പ്രഖ്യാപിക്കും. നാളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. കപ്പെടുത്ത ക്യാപ്റ്റനെ ഒഴിവാക്കി, സ്ക്വാഡിൽ നിന്ന് തന്നെ അങ്ങ് ഒഴിവാക്കുകയാണ് വേൾഡ് കപ്പ് എടുത്ത ക്യാപ്റ്റനെ. എന്നിട്ട് പുതിയ ഒരാളെ 2-3 കൊല്ലക്കാലമായിട്ട് ഇന്ത്യൻ ടീമിന്
T20 കളിച്ചിട്ടേ ഇല്ലാത്ത ഒരാളെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കാൻ പോകുന്നു. കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.